ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കുന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് കേരള നിയമസഭയിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ അഭൂതപൂർവമായ ഏറ്റുമുട്ടൽ. സഭയുടെ അന്തസത്തയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും നാടകീയമായ രംഗങ്ങൾക്കുമാണ് നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളെ പരിഹസിച്ചും വിമർശിച്ചും പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം മൂലം പ്രത്യേക അന്വേഷണ സംഘം നിഷ്ക്രിയമായിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആഞ്ഞടിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷം പ്ലക്കാർഡുകളും ബാനറുകളുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങിയതോടെ സഭ കലുഷിതമായി. പ്രതിപക്ഷാംഗങ്ങൾക്ക് സ്പീക്കറുടെ ഇരിപ്പിടത്തിന് അഭിമുഖമായി ബാനറുകൾ ഉയർത്തി പ്രതിഷേധിച്ചതോടെ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സഭയുടെ കാഴ്ച മറിക്കുന്ന രീതിയിൽ ബാനറുകൾ ഉയർത്തരുതെന്ന് സ്പീക്കർ എ.എൻ. ഷംസീർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അംഗങ്ങൾ അത് ചെവിക്കൊണ്ടില്ല. ബാനറുകൾ താഴ്ത്തിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ച് അവ നീക്കം ചെയ്യുമെന്നും സ്പീക്കർ ഭീഷണി മുഴക്കിയെങ്കിലും പ്രതിഷേധത്തിന്റെ വീര്യം കുറഞ്ഞില്ല. ഇതിനിടെ സ്പീക്കറുടെ ചേംബറിലേക്ക് അതിക്രമിച്ചു കയറാനുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ ശ്രമം സഭയെ കൂടുതൽ സംഘർഷഭരിതമാക്കി. അൻവർ സാദിഖ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം അംഗങ്ങൾ സ്പീക്കറുടെ മുറിയിലേക്ക് നീങ്ങിയത് വാച്ച് ആൻഡ് വാർഡ് തടഞ്ഞതോടെ ഉന്തും തള്ളുമുണ്ടായി. സഭാ ചരിത്രത്തിൽ കേട്ടുകളിവില്ലാത്ത വിധം സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് അരികിലെത്തി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് സ്പീക്കർ കുറ്റപ്പെടുത്തി. പ്രതിഷേധം നിയന്ത്രണാതീതമായതോടെ സ്പീക്കർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങൾ കാണാതായതും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തിരിമറികളും അന്വേഷിക്കുന്നതിൽ സർക്കാരിന് ഇരട്ടത്താപ്പാണെന്ന് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം ഇതുതന്നെയാണ്. കേസിലെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് സർക്കാരാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മുഖ്യപ്രതികളിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത ദിവസം ജയിൽ മോചിതനാകുന്നത് അന്വേഷണ ഏജൻസിയുടെ പരാജയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കാതിരിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ശബരിമലയെ പോലെ കോടിക്കണക്കിന് ഭക്തരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന കൊള്ളയെ നിസ്സാരവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ സഭയ്ക്കകത്തും പുറത്തും ശക്തമായ സമരം തുടരുമെന്നും സഭാ നടപടികളുമായി യാതൊരു കാരണവശാലും സഹകരിക്കില്ലെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടി. സഭയിൽ ഉന്നയിക്കാൻ മറ്റ് വിഷയങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരം ബഹളങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മന്ത്രി എം.പി. രാജേഷ് പരിഹസിച്ചു. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പോലും വിഷയ ദാരിദ്ര്യം നേരിടുന്ന പ്രതിപക്ഷം സഭയുടെ വിലപ്പെട്ട സമയം നശിപ്പിക്കുകയാണെന്നും ഭരണപക്ഷം ആരോപിച്ചു. നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷാംഗങ്ങളും മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തിയതോടെ നിയമസഭ ഒരു യുദ്ധക്കളത്തിന് സമാനമായി മാറി. സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന രീതിയിൽ ബാനറുകൾ പിടിച്ചതും ഡയസിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചതും കേരള നിയമസഭയുടെ ചരിത്രത്തിന് ചേർന്നതല്ലെന്നും സ്പീക്കർ പിന്നീട് വ്യക്തമാക്കി. ജനാധിപത്യപരമായ സംവാദങ്ങൾക്ക് വേദിയാകേണ്ട സഭയെ പ്രകോപനപരമായ നടപടികളിലൂടെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയമായി സ്വാധീനിക്കുന്നെന്ന ആരോപണം പോലീസിന്റെ മനോവീര്യത്തെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഭക്തരുടെ ആഭരണങ്ങളും പണവും മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ നിന്നും ശക്തമാകുന്നുണ്ട്. എന്നാൽ നിയമസഭയിലെ ഇന്നത്തെ സംഭവവികാസങ്ങൾ കേവലം രാഷ്ട്രീയ ആരോപണങ്ങളെ പ്രത്യാരോപണങ്ങളായി മാറുന്നത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ സഹായിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. സഭാ നടപടികൾ നിർത്തിവെച്ചെങ്കിലും പ്രതിപക്ഷം തങ്ങളുടെ പ്രതിഷേധം നിയമസഭാ കവാടത്തിലും പുറത്തും തുടരുകയാണ്. ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നും ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ സഭ പുനരാരംഭിക്കുമ്പോഴും ഈ വിഷയത്തിൽ സന്ധി ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകില്ലെന്ന സൂചനയാണ് ഇന്നത്തെ നാടകീയ രംഗങ്ങൾ നൽകുന്നത്.